സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുധിയുടെ അതായത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 5 വീഡിയോ എങ്കിലും രേണു സുധിയുടെ പേരിലുണ്ടാവും. അത് നെഗറ്റീവായിട്ടായിരിക്കാനും കൂടുതൽ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ രേണുവിനെ കണ്ടന്റാക്കി വീഡിയോ ചെയ്ത് ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്നാണോ ഈ സോഷ്യൽ മീഡിയയിൽ രേണുവിന് എഗൻസ്റ്റ് വീഡിയോ വരുന്നത്, അത് നിൽക്കുന്നത്, അന്ന് രേണു സുധി എന്ന് പറഞ്ഞ ഒരു ഇത് അവസാനിക്കുമോ? അതായത് രേണുവിന് പിന്നെ ആ റീച്ച് ഉണ്ടാവത്തില്ലേ? രേണുവിനെ കാട്ടിയും നെഗറ്റീവായിട്ട് പ്രേക്ഷകർക്ക് കമൻ്റ് ഇടാൻ തോന്നുന്നു എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേണുവിനെ അതൊന്നും എന്തുകൊണ്ട് റീച്ച് ആവുന്നില്ല? അവർക്കെതിരെ ഒന്നും വീഡിയോ വരാത്തന്തേ? രേണുവിനെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ട്. രേണുവിന് എഗൻസ്റ്റ് ആയിട്ട് ഇനി അവളെ മുഖം കാണേ വേണ്ട എന്ന് പറഞ്ഞ് പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്താണ് നമുക്ക് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ രേണു സുധി എന്ന് പറഞ്ഞ ടോപ്പിക്ക് സത്യം ഞാൻ ബിഗ് ബോസ് സമയത്ത് മാത്രമേ രേണുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ബിഗ് ബോസിന് ഈ സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതും രേണുവിനെ കുറിച്ചിട്ടാണ്. രേണു വന്നാൽ എന്ത് ചെയ്യും, രേണുവിൻ്റെ ഗെയിം എന്തായിരിക്കും, ലാലേട്ടനും രേണുവും കൂടെ കണ്ടാൽ എന്തായിരിക്കും, അങ്ങനെ അതിനെ ഷോർട്സ് ആക്കി ഇട്ടതിനൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂസും വന്നിട്ടുണ്ട് ഈ രേണുവിനെ വെച്ചിട്ടുള്ളതിന്. അപ്പോൾ അത്രമാത്രം റീച്ച് രേണു ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. 2023 സുധി മരണപ്പെട്ട ശേഷമാണ് രേണുവിൻ്റെ രംഗപ്രവേശം സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അത് കഴിഞ്ഞ ശേഷം രേണുവിൻ്റെ യാത്ര എന്ന് പറഞ്ഞ നെഗറ്റീവിലൂടെ തന്നെയാണ് തുടങ്ങിയതും ഒക്കെ. ഫുൾ നമ്മൾ സൈബർ അറ്റാക്കിലൂടെ തന്നെയാണ് രേണു സ്റ്റാർട്ട് ചെയ്തത്. എന്താടി നീ വിധവയല്ലേ, നീ അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ നെഗറ്റീവാണ് രേണുവിന് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തത്. പോസിറ്റീവ് അല്ല റീച്ച് ഉണ്ടാക്കി കൊടുത്തത്, നെഗറ്റീവ് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തത് എനിക്കൊന്ന് രേണു. അതുകൊണ്ടാണ് രേണു ഇപ്പോഴും നിൽക്കുന്നത്. മനസ്സിലായോ? ഒരാൾക്ക് പോസിറ്റീവ് റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർ മടുക്കും. സത്യം. കാര്യം ബിഗ് ബോസിനകത്ത് നിങ്ങൾ പോയ ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അയ്യോ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്, അയ്യോ അവരുടെ പേരേ പറയാൻ പാടില്ല, എന്നാൽ നിന്നെ കൊല്ലൂടി എന്നൊക്കെ പറഞ്ഞ് അത്രമാത്രം ടോക്സിക് ഫാൻസ് ഒക്കെ ഉണ്ടാക്കിയ രാജാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ അത് പോസിറ്റീവാണ്. ഭയങ്കര അവരൊന്നും പറയാൻ പാടില്ല, അവർ ചെയ്യണതെല്ലാം ശരി, അവരാരെങ്കിലും അടിച്ചാൽ അത് അവരടി കൊള്ളേണ്ടവനാണ് എന്നൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഫാൻസ് കളികളൊക്കെ പറയണത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവർ പോസിറ്റീവിലൂടെ മാത്രം വന്നേ. പക്ഷേ ഈ പോസിറ്റീവിനൊരു പരിധിയുണ്ട്. ആൾക്കാർ പൊക്കുന്നെങ്കിൽ ആ പൊക്കുന്നതിനൊരു പരിധി ഉണ്ടാവും. നമ്മുടെ ആൾക്കാർ പൊക്കി തളർന്നിട്ട് പിന്നെ നേരെ തിരിയും. മനസ്സിലായോ? ഇപ്പം നേരെ തിരിച്ചാ അവരുടെയൊക്കെ അവസ്ഥ. ഇപ്പം ഫുൾ കോമഡിയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോണത്. ഫുൾ ട്രോളും കോമഡിയുമാണ്. എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കുമ്പോൾ ദൈവമേ എന്തൊക്കെയായിരുന്നു. ഇവരുടെ പേര് പോലും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് പോലും പറയാൻ പാടില്ല. കൊല്ലാൻ വരുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ പറയേ ഇവർക്കൊന്നും ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് കമൻറ്റ് ബോക്സ്. ഞാൻ കൊടുത്തിട്ടില്ലേ ഇവർക്കൊന്നും വോട്ട് എന്നൊക്കെ. അപ്പോൾ ഒരു പോസിറ്റീവ് ആക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട്, പക്ഷെ നെഗറ്റീവിന് പരിധിയില്ല. മനസ്സിലായോ? അതാണ് രേണു ഇവിടം വരെ വന്ന് നിൽക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ബിഗ് ബോസിൽ പോയിട്ട് രേണുവിന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെയും പ്രശ്നമുണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞ ശേഷം രേണു പിന്നെയും കോൺട്രവേഴ്സിയിലൂടെ തന്നെയാണ് ഇവിടം വരെ നിൽക്കുന്നത്. അത് നെഗറ്റീവ് കോൺട്രവേഴ്സി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നെഗറ്റീവ് കോൺട്രവേഴ്സിയിലൂടെയാണ്. പിന്നെ രേണുവിൻ്റെ കണ്ടന്റാക്കി വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇഷ്ടം പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൽ പലരും ഇപ്പോൾ ഇതുപോലെ ഇത് ചെയ്യുന്നവരുണ്ട്, അല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ പിക്ചർ മാത്രം കാണിച്ച് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ രേണുവിൻ്റെ ഇത് നടക്കുമല്ലോ, ഷൂട്ട് നടക്കുമല്ലോ, ആ സ്ഥലത്ത് പോയി നിന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ രേണു കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അത് നെഗറ്റീവ് ആവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. മിക്കതും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് 90% ഉണ്ടാവും. ഇതിനകത്ത് മിക്കവാറും ഫുൾ നെഗറ്റീവ് ആവും എന്നുള്ള കാര്യങ്ങളുള്ള കണ്ടന്റുകളാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു 100 വീഡിയോസ് കിടന്നാൽ പോലും അതിൽ ഒരു 80% അത് നെഗറ്റീവ് ആകും എന്നുള്ള. പോസിറ്റീവ് വീഡിയോസ് വളരെ കുറവാണ്, നെഗറ്റീവ് വീഡിയോസാണ് കൂടുതലുള്ളത്. കാര്യം നെഗറ്റീവ് ആവാൻ ചാൻസ് ഉള്ള വീഡിയോസ് അതിനകത്ത് എന്തെങ്കിലും പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവളുടെ ഡ്രസ്സ് കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, മുഖം കണ്ടില്ലേ, ഡാൻസ് കണ്ടില്ലേ എന്നൊക്കെ അതിനൊക്കെ ഇത് വരുന്ന വീഡിയോസ്. സോ ഇത് ഇനി ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ആവാം. ഇതെല്ലാം രേണുവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ നെഗറ്റീവ് ഈ റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ പർപ്പസ്ഫുള്ളി ഇടുന്നതായിരിക്കാം, ചിലപ്പോൾ ഇതിന് റീച്ച് കിട്ടും എന്ന് പറഞ്ഞ് ആ വീഡിയോ ഈ പല ചാനലുകാരാണ്. അപ്പോൾ ആ ചാനലുകാർ ഇടുന്നതായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് രേണു അഭിനയിച്ച ആൽബംസ് അതെല്ലാത്തിനും ക്രിറ്റിസിസം കിട്ടുന്ന അത് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം. ഇതിനകത്ത് എന്തായാലും കുറേ ഏറി പോകുന്നതാണ്. സോ അങ്ങനത്തെയാണ് വന്നേക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്.
ഇതിനെക്കാട്ടിയും നെഗറ്റീവ് ആവുന്ന രീതിയിൽ എത്രയോ പേരുണ്ട് ചെയ്യുന്നതല്ലേ. അവരൊന്നും വരുന്നില്ലല്ലോ, മനസ്സിലായില്ല, അവരൊന്നും വരുന്നില്ല. ആ കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ കുറച്ച് കമൻറ്റുകളുണ്ട്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും രേണുവിൻ്റെ പുറകെ പോണത്, ഇതിനെക്കാട്ടി അപ്പുറമായിട്ട് കാണിച്ചും ഇതാക്കി നിൽക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്, അവരുടെയൊക്കെ പുറകെ പൊക്കൂടെ എന്ന് ചോദിക്കുന്ന കമൻസും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ രേണു അല്ലേ താരം, രേണുവിനല്ലേ ക്ലിക്ക് ബൈറ്റ് ഉള്ളൂ. ഏറ്റവും കൂടുതൽ ക്ലിക്ക് ബൈറ്റ് ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ രേണു എന്ന് പറഞ്ഞ ടോപ്പിക് രേണുവിനാണ് ക്ലിക്ക് ബൈറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഇത് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ ഒരു വീഡിയോസ്, ഈ ഒരു ബിറ്റുകൾ, പിന്നെ ആൾക്കാർ ഈ കമൻ്റ് ഇടുന്നത്, ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീരും, എല്ലാം കഴിയും, ഒന്നും ഉണ്ടാകത്തില്ല, റീച്ചും ഇതായിട്ട് കുറയും. ഇപ്പോൾ പുതുതായിട്ട് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സബ്സ്ക്രിപ്ഷനിൽ പിന്നെയും കോൺട്രവേഴ്സി. സബ്സ്ക്രിപ്ഷൻ മനസ്സിലായോ, സബ്സ്ക്രിപ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ സബ്സ്ക്രിപ്ഷൻസിന് സംഭവമുണ്ട്. ഈ സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റയിൽ ഉള്ളത് അത് ശരിക്കും പറഞ്ഞാൽ മെറ്റ വെച്ചേക്കുന്നത് അത് വേറെ കാര്യങ്ങൾക്കാണ്. അതായത് ആ ചാനൽ ഇപ്പോൾ ബിസിനസ് പരമായിട്ടുള്ളൊരു ചാനലാണെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ലോഞ്ചാണ്, അപ്പോൾ അത് സബ്സ്ക്രൈബേഴ്സിന് മാത്രം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെച്ചേക്കുന്നതാണ് ഈ സബ്സ്ക്രിപ്ഷൻസ്. ബിസിനസ്സായിട്ട്, എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പം സ്റ്റഡീസിൻ്റെ ആസ്പദമാക്കിയിട്ട്, അതിനൊക്കെ പഠനാസ്പദമാക്കിയിട്ടൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ. പക്ഷേ ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുൽസിതമായിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പം മറ്റ് വേറെ പല പരിപാടിക്കുമാണ് സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത്. അത് പല ആൾക്കാരും അത് നമുക്കൊന്നും അത് ചെയ്യാൻ എനിക്കറിയില്ല അതിനെന്തെങ്കിലും ഒരിതുണ്ടോയെന്ന്. പക്ഷേ ഇതിനൊക്കെ ലിമിറ്റേഷൻസ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ തന്നെ ആക്കി വെച്ച കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൻ്റെ ഇതിനകത്ത് നിന്നാണ് എല്ലാ വീഡിയോസും വരുന്നത്. ആ ലിമിറ്റേഷൻസിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇപ്പം അത് തെറ്റ് തന്നെയാണ്. അതിന് ഈ സൈബർ ക്രൈം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതിനൊക്കെ നടപടികളൊക്കെ വളരെ കുറവാണ്. നടപടികളെല്ലാം വളരെ കുറവാണ്. പക്ഷേ കാര്യം ഇപ്പോൾ അത് കുറച്ച് ബലഹീനമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയ ശേഷം അതിലും വിവാദമായിരിക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടിട്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് വരെ ലീക്ക് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് രേണു വന്ന് പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്തിരുന്നാൽ അതങ്ങ് തനിയേ ഇതായിക്കോളും. കാര്യം മനസ്സിലായില്ലേ, ഇതിപ്പോൾ കൂടി വരെയാണ്. ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത് കൂടി വരെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എനിക്ക് പക്ഷേ കഷ്ടം തോന്നിയിരിക്കുന്നത് രേണു ജീവിച്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുടെ കൂടെയാണ്. നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുള്ളതാണ് സത്യം പറഞ്ഞാൽ രേണുവിൻ്റെ ആ റീച്ച് എന്ന് പറയുന്നത്. നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നതോടെ എനിക്ക് കഷ്ടം തോന്നും കേട്ടോ. അവർ കഷ്ടപ്പെട്ടിരുന്നു എടീ നിന്നെ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് ഇടും. പക്ഷേ ആ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നതും രേണുവിന് സഹായകമാവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ പുള്ളിക്കാരി വളരുന്നുണ്ട്, മനസ്സിലായ കാര്യം. പോസിറ്റീവ് ഇടുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ 20% പോസിറ്റീവും 80% നെഗറ്റീവും കാണുന്നുണ്ട്. ചില സമയത്ത് അത് 50-50 ആവലുമുണ്ട്. എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ഉണ്ട്. കാര്യം വേറെ പണിയില്ലേ, ഇതുപോലെ തന്നെയല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ പുറകെ കിടക്കണം എന്തെന്ന് പറഞ്ഞ് മതിയായ ആൾക്കാരുണ്ട്. എന്തിന് എപ്പോഴും കണ്ടന്റ് ഇടുന്നത്. പിന്നെ എപ്പോഴും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവും കേട്ടോ. ആൾക്കാർക്ക് കണ്ട് ആൾക്കാർക്ക് അങ്ങ് ഒരു മടുപ്പ് വരുന്ന അവസ്ഥ. പക്ഷെ അതിൻ്റെ സമയം ആയിട്ടില്ല. എനിക്ക് രേണുവിനെ കമ്പയർ ഒന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ നമ്മുടെ ഹിന്ദിയിലെ രാഖി സാവന്തിൻ്റെ അത്രയൊരു കലാപരമായിട്ടുള്ള ഇതൊന്നും രേണുവിനില്ല. പക്ഷെ രാഖിയെ സംബന്ധിച്ചിടത്തോളം രാഖി അമേസിങ് ഡാൻസറാണ്, നല്ല ഡാൻസറാണ്, നന്നായിട്ട് അഭിനയിക്കും. പക്ഷേ രാഖി ജീവിച്ചു തുടങ്ങിയത് നെഗറ്റീവിലൂടെ. നെഗറ്റീവ്സ് ഒരുപാട് രാഖി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് ഒന്നെങ്കിൽ ഇത് പറയും. ഇപ്പോൾ 2 വർഷം നമ്മുടെ ഇന്ത്യയിലില്ലായിരുന്നു. അവിടെ പുള്ളിക്കാരി ദുബായിൽ എവിടെയോ പോയിട്ട് ഏതോ ഒരു അക്കാഡമിയൊക്കെ തുടങ്ങി. പക്ഷേ റീച്ച് പോയെന്ന് മനസ്സിലായി തിരിച്ചു വന്നിട്ട് പുള്ളിക്കാരി നെഗറ്റീവ് ആവാൻ വേണ്ടി കുറേ മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഭയങ്കര നെഗറ്റീവായി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വന്നിട്ട് ഒരു കോമഡി റോൾ രൂപത്തിലൊക്കെ വന്നിട്ട് കോമഡി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ പോസിറ്റീവായി. പുള്ളിക്കാരിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല കോമഡി കാണിക്കാൻ അറിയാം, നല്ല നെഗറ്റീവ് ആവാൻ അറിയാം, നല്ല പോസിറ്റീവ് ആവാൻ അറിയാം, ഭയങ്കര ഡാൻസ് കളിക്കാൻ അറിയാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് ആകുമ്പോൾ റീച്ച് കൂടും. ഇങ്ങനെയാണ് രാഖിയുടെ പോക്ക്. ഇപ്പോൾ ബിഗ് ബോസിൽ അവിടെ കടന്നിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് രാഖിയുടെ ഒരു ചെറിയൊരു ഇതേ ഞാൻ പറയുള്ളൂ. ചെറിയൊരു ഇതാണ് എനിക്ക് രേണുവിനെ തോന്നിയിട്ടുള്ളത്. കാര്യം രേണുവും അതേപോലെ തന്നെ നെഗറ്റീവിലൂടെ തന്നെയാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയും പോവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഇങ്ങനെ തന്നെയായിരിക്കും രേണുവിൻ്റെ ആ വീഡിയോസും ആ വരുന്ന ചില ഷോർട്സുകളും രേണുവിനെ ഇതെടുക്കുന്ന രീതിയെല്ലാം എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് തന്നെയായിരിക്കും രേണുവിൻ്റെ. ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞല്ലോ അങ്ങനെ. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് ഇപ്പം
രേണു ഇപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കാനുള്ള കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോഴും പുള്ളിക്കാരിക്ക് കണ്ടില്ലേ, ഞാൻ ഇന്നും എടുത്ത് വെച്ച് നോക്കി, ഇന്നും രേണുവിനെതിരെ വീഡിയോസ് ഉണ്ട്, നാളെയും ഉണ്ടാവും, മറ്റന്നാളും ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും. ഇത് എത്രത്തോളം ഇത് ചെയ്യുന്നോ ഇത് പുള്ളിക്കാരിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ വരും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഇത് അങ്ങ് വിട്ടുകളെ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. നമ്മൾ കാര്യം ഇത് ഈ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് അറിയാമോ? ഇത് വളരെ സോഷ്യൽ മീഡിയനെ വളരെ മോശമായ രീതിയിൽ യൂസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് അറിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സത്യമായിട്ടും. കാര്യം നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതേ നമ്മുടെ ഫോണിൽ വരുള്ളൂ. നമ്മൾ എന്താണോ നോക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഇതാക്കുന്നത്, ഇപ്പോൾ ബിഗ് ബോസ് സമയത്ത് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളെ വരുള്ളൂ. ബിഗ് ബോസിൻ്റെ റിവ്യൂസ്, അതും നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ റിവ്യൂ മാത്രം കാണെങ്കിൽ അയാളുടെ റിവ്യൂ ഇട്ട ഉടനെ വരും. അങ്ങനെയാണ്. അപ്പം നമ്മൾ എന്താണോ നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയനെ ഭയങ്കര മോശമായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അല്ലേ. അപ്പം നമ്മൾ ആ വശത്തേക്ക് നോക്കാൻ പോകണ്ട, നമുക്ക് വേറെ പണിയില്ലേ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക, അവരെന്തെങ്കിലും കാണിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയുള്ളൂ. അപ്പം കാര്യം ഇത് സംസാരം നിർത്തിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് കണ്ടിന്യൂ ആണ്. അപ്പോൾ ഇത് നമ്മളങ്ങ് ഇനിയിപ്പോൾ സൈബർ ഒരാൾ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. എനിക്കറിയത്തില്ല അതിനൊക്കെ ഭയങ്കര സംഭവവും നടപടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം പൂട്ടിക്കെട്ടേണ്ട സമയം കഴിഞ്ഞു സത്യമായിട്ടും. കാര്യം അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ, വ്യക്തിഹത്യകളും ഒക്കെ നടക്കുന്നുണ്ട് സൈബർ, ഈ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലും ഒക്കെ ആണെങ്കിൽ. അതൊക്കെ പൂട്ടിക്കെട്ടേണ്ട സമയമായില്ലേ, എല്ലാം പൂട്ടിക്കെട്ടേണ്ട സമയം. എനിക്കറിയില്ല ഇതിനകത്ത് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള. പുള്ളിക്കാരൻ ഇപ്പോൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചിട്ട് കാര്യം ഞാനും ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയ ഒരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിൽ വലിയ ഭയങ്കര നടപടിയും അതൊന്നും ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാര്യം ഇതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫുൾ പ്രശ്നങ്ങളായിരിക്കും. അത്രമാത്രം കാര്യങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ അവർ പറയാത്ത കാര്യങ്ങളും, നമുക്ക് ചീത്തവിളി, തെറിവിളി, എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങളൊന്ന് എടുത്ത് നോക്കി നോക്ക്. വ്യക്തിഹത്യ, വിടിച്ചിരുത്തി ചീത്ത വിളിക്കുക, അയ്യോ ലൈവിൽ ചീത്ത വിളിക്കുക, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത ടോപ്പിക് എന്താണ്, എൻ്റെ അടുത്ത് കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ കുറേ ടോപ്പിക്കുകളുണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ രേണുവിനെ കാര്യം കുറേ ദിവസം ഞാനിങ്ങനെ ആലോചിക്കുന്നു, രേണു എപ്പോൾ ഫോൺ എടുത്താൽ എപ്പോഴും രേണുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. നിങ്ങൾ നിർത്ത്, പടിയില്ലേ ഇതിൻ്റെ പറയാൻ നടക്കാതെ നിങ്ങളുടെ കാര്യം നോക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായിരുന്നാലും ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.